അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ വിനീതമായ കുപ്പുകൈ, ഞാൻ സർഗാ സന്തോഷ്. ഇന്ന് ഞാൻ ഈ വേദിയിൽ വന്നിരിക്കുന്നത് ഈ സമൂഹത്തെ ഇന്നാലെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായ അച്ചടക്കത്തെക്കുറിച്ച് എൻ്റെ പരിമിതമായ അറിവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ്. ഒരു വ്യക്തിയുടെ സവിശേഷമായ ഗുണങ്ങളും വ്യക്തിത്വവും കുടികൊള്ളുന്നത് അച്ചടക്കത്തിലാണ്. ചിട്ടപ്പെടുത്തിയ പെരുമാറ്റ രീതി ഉദ്ദേശിച്ചാണ് അച്ചടക്കം എന്ന പദം നാം ഉപയോഗിക്കുന്നത്. എന്നാൽ അച്ചടക്കം എന്നത് ഒരു വ്യക്തി പ്രശ്നം മാത്രമല്ല, അതൊരു സാമൂഹിക പ്രശ്നവും കൂടിയാണ്. അച്ചടക്കം ഉള്ള ഒരു വ്യക്തിയും കുടുംബവും അങ്ങനെയുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നു. കാർഷികമായ ജീവിത രീതി, ശരിയായ പ്രവർത്തന ശൈലി എന്നൊക്കെയാണ് അച്ചടക്കം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. അച്ചടക്കത്തിന്റെ ഫലപാഠങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് നാം പഠിക്കേണ്ടത്. ചൊട്ടയ ശീലം ചുടല വരെ എന്ന ചൊല്ലും ഇതിനെ സ്വാധീനിക്കുന്നു. നമ്മുടെ ആദ്യഘട്ട ഗുരുക്കന്മാർ മാതാപിതാക്കൾ തന്നെയാണ്. അച്ചടക്കത്തിൽ ജീവിക്കാനും തങ്ങളുടെ കുട്ടികളെ ആ രീതിയിൽ വളർത്തുന്ന മാതാപിതാക്കളാണ് ശരിയായ ഗുരുക്കന്മാർ. ഒരു വ്യക്തി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാ പ്രവൃത്തികളിലും, അതായത് ആഹാരരീതി, ശീലങ്ങൾ, പെരുമാറ്റ രീതി, സമ്പാദ്യശീലങ്ങളിലൊക്കെ അച്ചടക്കം പിന്തുടരണം. അച്ചടക്കമില്ലാത്ത സമൂഹം രാജ്യത്തിന് ഭീഷണിയാണ്. അച്ചടക്കമില്ലാത്ത ജനത രാഷ്ട്രീയത്തിന് ശാപവും. അച്ചടക്കത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി സമൂഹത്ത് ഒരു നല്ല മാതൃകയാവാൻ നമുക്ക് കഴിയട്ടെ. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.